ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്ന പേഷ്യന്റ് അല്ല. ഞാനൊരു ഹോസ്പിറ്റൽ ക്ലിനിക്കിന്റെ ഓഡിറ്റിന് പോവാണ്. ഈ വാല്യൂസ് വിഷനൊക്കെ ഓഡിറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ അവിടെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കുറെ പേഷ്യൻസ് ഉണ്ട്. പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് നഴ്സുമാരുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ക്ലിനിക്കാണ്. പക്ഷെ ഞാൻ അവിടെ നോക്കിയപ്പോ ഈ ജനാലയുടെ സൈഡിലൊക്കെ ബൈസ്റ്റാൻഡർമാരെ ഇങ്ങനെ നെറ്റിയിൽ കൈയൊക്കെ വെച്ച് താടിയിൽ കൈയൊക്കെ വെച്ച് എട്ടങ്ങേറായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരെയൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവർക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പേഷ്യന്റ് കെയർ. അപ്പൊ അവരുടെ കോർ വാല്യൂസ് ഓഡിറ്റ് ചെയ്തപ്പോ പേഷ്യന്റ് കെയർ കോർ വാല്യൂ ആണ്. അപ്പൊ ഞാൻ മുതലാളിയോട് പറഞ്ഞു, മുതലാളി നമുക്ക് പേഷ്യന്റ് കെയറേ ഉള്ളൂ, ഹ്യൂമൻ കെയർ ഇല്ല. അതുകൊണ്ടാണ് പേഷ്യൻസിനെ കെയർ ചെയ്യാൻ ആളുണ്ട്, ബൈസ്റ്റാൻഡറിനെ നോക്കാൻ ആളില്ല. നേരെ മറിച്ച് ഈ വാല്യൂസ് ഹ്യൂമൻ കെയർ ആയിരുന്നെങ്കിൽ ബൈസ്റ്റാൻഡറും അതിൽപ്പെട്ടനെ. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്ന പേഷ്യന്റ് അല്ല, ബൈസ്റ്റാൻഡറാണ്. കാര്യം ബോധത്തോടെ ഇതെല്ലാം നിന്ന് ഫേസ് ചെയ്യണ്ടേ. ഓൻ ചിലപ്പം സബ് കോൺഷ്യസ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് സ്റ്റേറ്റിലോ ആയിരിക്കും. അപ്പം എല്ലാ ബോധത്തോടെയും നിന്നുകൊണ്ട് ആ പ്രതിസന്ധി നേരിടുന്ന ഒരു ബൈസ്റ്റാൻഡറിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ക്ലിനിക്കിൽ ഹ്യൂമൻ വാല്യൂ എന്ന് പറഞ്ഞൊരു കോർ വാല്യൂ ഉണ്ടാവണം. ഞങ്ങൾ കോർ വാല്യൂസ് മാറ്റി ഹ്യൂമൻ വാല്യൂസ് ആക്കി. ഇന്ന് അവിടെ വരുന്ന ഏത് ബൈസ്റ്റാൻഡറിനെയും അവർ ടേക്ക് കെയർ ചെയ്യും. ബൈസ്റ്റാൻഡർ മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന